ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇങ്ങനത്തെ ഫണൽ പഴയത് ഡാമേജ് ആയതൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഷവർ ഹെഡ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നില്ലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഷവർ ഹെഡ് നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കണേ, ബാത്റൂമിൽ ഉപയോഗിക്കണേ, ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നില്ലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും വീഡിയോ കാണി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കി. അതിനായി നമുക്ക് ആവശ്യമുള്ളത് 3 ഇഞ്ചിൻ്റെ പൈപ്പ്, കനം കുറഞ്ഞത് മതി. 7 ഇഞ്ച് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ വരഞ്ഞ ഭാഗത്ത് നമ്മളത് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ കട്ടറൊക്കെയാണ് ഉപയോഗിക്കണതെങ്കിൽ ഇതേമാതിരി ഒന്ന് പിടിക്കുന്ന അപകടമാണ്, ശ്രദ്ധിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഹോട്ട് ഗണ്ണ് അതുപയോഗിച്ചിട്ട് പൈപ്പ് നന്നായിട്ട് ചൂടാക്കുക. നന്നായിട്ട് ചൂടാക്കുമ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന മാതിരി തന്നെ അതിങ്ങനെ പേപ്പർ മാതിരി ഇങ്ങനെ കുഴഞ്ഞ് റെഡിയായി വരും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ടൈൽസിൻ്റെ പീസോ എന്തെങ്കിലും എടുത്ത് വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞ് പൊന്തിച്ച് കഴിഞ്ഞാൽ ഒരു ഷീറ്റ് മാതിരി ആവും. ഈ കാളത്തിൻ്റെ വീതി 6 ഇഞ്ചാണ്. അതുകൊണ്ടാണ് നമ്മളത് 7 ഇഞ്ച് നീളത്തിൽ ആ പൈപ്പ് മുറിച്ചെടുത്ത്. കാരണം കുറച്ച് ഏരിയ നമുക്ക് ബാക്കി വേണം. എന്നിട്ട് അതിൻ്റെ നേരെ പകുതി കോമ്പസ് കൊണ്ട് രേഖപ്പെടുത്തുക, 6 ഇഞ്ചിൻ്റെ നേരെ പകുതി. എന്നിട്ട് അതിൽ ഒരു റൗണ്ട് വരച്ചെടുത്തിട്ട് അത് റൗണ്ടായിട്ട് കട്ട് ചെയ്യുക. അത് എങ്ങനെയും കട്ട് ചെയ്യുക, കട്ടർ കൊണ്ട് കട്ട് ചെയ്യുക, അവനാൻ്റെ ഇഷ്ടം പോലെയൊക്കെ കട്ട് ചെയ്താൽ. എന്നിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന മാതിരി നമ്മൾ വരച്ചെടുക്കുക. സ്കെച്ച് കൊണ്ടോ പെൻസിൽ കൊണ്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളതുപോലെ വരച്ചെടുക്കുക. ഇത് കണ്ടില്ലേ? ഇതുപോലെ 8 കാലി വല പോലെ നമ്മൾ വരച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെറിയൊരു ഡ്രിൽ ബിറ്റ് എടുക്കുക. ഒരു 1.3 mm സൈസാണ് ഇതിൻ്റെ സൈസ്. ഇതിലേറെ ഹോള് ചെറുതാക്കരുത്. ചെറുതാക്കിയാലും ഇതിലേറെ കൂടുതൽ വലുതാക്കിയാലും കുറച്ചൊക്കെ വലുപ്പമാവാം. കൂടുതൽ വലുതാക്കിയാലും വെള്ളത്തിന് സ്പീഡ് കുറവായിരിക്കും. കാരണം നമ്മുടെ പൈപ്പിലൂടെ വരുന്ന വെള്ളത്തിൻ്റെ തോതനുസരിച്ച് ഇതിലൂടെ നമുക്ക് സ്പീഡ് കിട്ടുള്ളൂ. ഇതിനെ 97 ഹോളുകൾ ചെയ്യാൻ വേണ്ടി ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ പിന്നിലുള്ള ആ പീസറൊക്കെ നമ്മളൊരു എമരി പേപ്പർ എടുത്തിട്ട് എല്ലാം വൃത്തിയാക്കി കൊടുക്കുക. അടഞ്ഞ ഹോളുകൾ ഉണ്ടെങ്കിൽ വല്ല ഈർക്കിളിയോ മറ്റോ എടുത്തിട്ട് അതൊന്ന് ക്ലിയർ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലത്തെ ഫിറ്റിങ്സ് വാങ്ങാൻ കിട്ടും, നമുക്ക് പ്ലംബിംഗ് ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. അത് ഉള്ളിൽ ത്രെഡിലും പുറത്ത് ത്രെഡിലും ഒക്കെ കിട്ടും. നമുക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ നോക്കി വാങ്ങാം. പിന്നെ ഈ കാളത്തിൻ്റെ ഉള്ളിലൂടെ അതിങ്ങനെ ഫിറ്റ് ചെയ്യണം, കണ്ടോ? അപ്പോൾ ഇത് ഉള്ളിലേക്ക് പോവില്ല. അപ്പോൾ നമ്മളിവിടെ ഈ ഏരിയ കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് എന്നിട്ട് ഇത് ഈ ഹോളിലൂടെ ഇടുക. കണ്ടില്ലേ? ഇതുപോലെ. എന്നിട്ട് നമ്മൾ ഫിൽറ്റർ ചെയ്ത് വെച്ച എംസാൻഡ് ഇതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതെന്തിനാണ് എംസാൻഡ് ഇടണമെന്ന് വെച്ചാൽ വെള്ളം ലീക്ക് ഇല്ലാതിരിക്കാനും നമ്മൾ ഈ ഫിറ്റിങ്സ് വെച്ചിട്ടില്ലേ അത് നന്നായിട്ട് ഉറച്ച് അവിടെ നിൽക്കാനും വേണ്ടിയിട്ടാണ്. എംസാൻഡ് ചുറ്റുഭാഗം ഇട്ട ശേഷം ഇതുപോലത്തെ ക്വിക്ക് ഫിക്സ് നല്ലോണം ഉറ്റിച്ചു കൊടുക്കുക. ഇതുപോലെ ഇപ്പം നന്നായിട്ട് അത് അവിടെ ഉറച്ചു, നല്ല സെറ്റായി. ഉടനെ തന്നെ സെറ്റാവും, കൂടുതൽ സമയമൊന്നും വേണ്ട. നമ്മൾ ഉറ്റിച്ച ഉടനെ തന്നെ ആ എംസാൻഡ് അവിടെ സെറ്റാവും. ഇതിനെ കുറച്ച് ഈ ഭാഗത്തും ഒരൽപ്പം ഇറ്റിച്ചു കൊടുക്കുക. ഈ ഫണൽ പഴയൊരു ഫണലായതുകൊണ്ട് തന്നെ ഇത് ഒഴിവാക്കിയതായിരുന്നു. ഇതിൻ്റെ പൊട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഈ കൂട്ടത്തിൽ നമ്മൾ ഈ പൊട്ട് കൊണ്ട് അടച്ചു കൊടുത്താൽ അതിന് എംസാൻഡ് സൂപ്പർ ഗ്ലൂവിന് ഉപയോഗിച്ചാൽ മതി. എംസാൻഡ് ഇല്ലാതെ സൂപ്പർ ഗ്ലൂ മാത്രം ഒഴിച്ചാലും എന്താ ഇതിൻ്റെ വെള്ളം ലീക്ക് നിൽക്കും. പക്ഷെ അത് ചിലപ്പോൾ വേറിടാൻ സാധ്യത ഉണ്ട്.
അതിനാണ് നമ്മൾ എംസാൻഡ് ഉപയോഗിക്കുന്നത്. എംസാൻഡ് ഉപയോഗിച്ചുകൊണ്ട് ഇതിട്ട് കൊടുത്താൽ, സൂപ്പർ ഗ്ലൂ ഇട്ടിച്ചു കൊടുത്താൽ നല്ല സ്ട്രോങ് ആയാണ് നിൽക്കും. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത്, ഈ പീസ് നമ്മളെല്ലാം തുളച്ചെടുത്തൊരു പീസാണല്ലോ, ഇതിപ്പോൾ നമ്മൾ ലാസ്റ്റ് ഫൈനലായതാണ്. അപ്പോൾ ഇത് നമ്മളിതിൻ്റെ അകത്തേക്ക് കൊടുത്ത് ഇങ്ങനെ ഫീഡ് ഇങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് ഇടുന്ന സമയത്ത് എന്താവില്ല, നമ്മൾ കറക്റ്റായിട്ട് അത് ഒരു ലെവലിൽ വെക്കാൻ കഴിയില്ല. കണ്ടോ, ഒരു സ്ഥലം ഇങ്ങനെയും ഒരു സ്ഥലം ഇങ്ങനെയൊക്കെ കണ്ടില്ലേ, ഇവിടെ കുറച്ച് കയറിയിട്ടും ഇവിടെ കുറച്ച് ഇറങ്ങിയിട്ടൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ഇതേമാതിരി തോണ്ടിയൊക്കെ വൃത്തിക്ക് കറക്റ്റായിട്ട് വെക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. കാരണം അവിടെ ഏരിയ ഇല്ല, നമുക്ക് പ്ലേ ആയി നിൽക്കാനുള്ള ഏരിയ ഇല്ല, കറക്റ്റ് ടൈറ്റായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് നമ്മളൊരു ഐഡിയ ആദ്യം ചെയ്യണം. അപ്പം അതിന് നമ്മളിതുപോലെ പൈപ്പിൻ്റെ പീസ് കട്ട് ചെയ്തിട്ട് 3 പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം സൂപ്പർ ഗ്ലൂ കൊണ്ട് ഒന്നുകൂടെ ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ ആ 3 പീസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒട്ടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, കണ്ട. ഇനിയിപ്പോൾ ഈ പീസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ മസിൽ പിടിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ അത് കറക്റ്റായിട്ട് ലെവലായി നിൽക്കും. കണ്ടോ, ഇതുപോലെ. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. നമുക്കിഷ്ടമുള്ള കളറ്, ഓരോരുത്തർക്കും വ്യത്യസ്ത ഇഷ്ടമായിരിക്കും. അപ്പം നമുക്ക് ഇപ്പോൾ എൻ്റെ ഇതുപോലത്തെ സ്പ്രേ പെയിൻറ്റ് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും അല്ലേ, അങ്ങനെ മൂടിയോട് കൂടെ അങ്ങനത്തെ സ്പ്രേ പെയിൻറ്റ്. ഇത് 130 റുപ്യാണ് ഇതിൻ്റെ വില. ഇത് അടിക്കാൻ നല്ല എളുപ്പമാണ്. അതിലാണ് ഷെയ്ക്ക് ചെയ്തതിൻ്റെ ശേഷം എങ്ങനെ അടിക്കാമെന്നില്ല നമുക്ക് നോക്കാം. മെല്ലെ അതേമാതിരി കുറച്ച് വിട്ട് പിടിച്ചിട്ട്, അടുത്തേക്ക് പിടിക്കരുത്, കുറച്ച് വിട്ട് പിടിച്ചിട്ട് മെല്ലെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഇതെന്തിനാന്നൊക്കെ പറയണമെന്ന് വെച്ചാൽ, ഈ ഒരു സാധനം ഉണ്ടാക്കൽ മാത്രമല്ല, പല ആവശ്യങ്ങളും ഉണ്ടാവും ആളുകൾക്ക്. അപ്പോൾ അതിൽ എനിക്കറിയണത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. ഞാൻ അത്ര വല്ല അറിവില്ല ആളൊന്നുമല്ല, എന്നാലും എൻ്റേതായ ഒരു അറിവുണ്ടാവുമല്ലോ, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. പക്ഷേ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ ഉണ്ടാവാം, അത് കമൻറ്റിലൂടെ നിങ്ങൾ രേഖപ്പെടുത്തിയാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ അത്യാവശ്യം കാണുന്ന ഭാഗത്തൊക്കെ അടിച്ചിട്ടുണ്ട്. ഈ റൗണ്ട് പീസ് നമ്മൾ ഒരു സൈഡ് മാത്രമേ അടിച്ചിട്ടുള്ളൂ, വെള്ള പെയിൻറ്റ്. അതേമാതിരി വെക്കാൻ കൂടുതൽ ഇതൊന്നുമില്ല, കണ്ടില്ലേ. ഇതേമാതിരി കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു. അതേമാതിരി കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് ഈ ഗ്യാപ്പിൽ സൂപ്പർ ഗ്ലൂ ഇറ്റിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇറ്റിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ ആ ഗ്യാപ്പിലൂടെ വെള്ളം ലീക്ക് വരും. നമുക്ക് ഈ ഹോളിലൂടെ മാത്രമേ വെള്ളം വരാൻ പാടുള്ളൂ. അപ്പോൾ ഷവറിൻ്റെ ചോട്ടിൽ നിന്ന് കുളിക്കാനൊരു സുഖം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഷവറിൻ്റെ പണി തീർന്നു. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യാണ് വേണ്ടത്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് പോവാം. ഇങ്ങനെ നാം തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി എടുത്തതാകുമ്പോൾ നമുക്ക് കുളിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. അതായത് ഇതിനൊക്കെ വാങ്ങാൻ ചെറിയ പൈസ ഉണ്ടാവുള്ളൂ. അതെല്ലാം നമ്മൾ നോക്കുന്നത് പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു ഐഡിയ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിലൂടെ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ആശയങ്ങൾ വേറെ കിട്ടും. അതിനാണ് ഇത്തരം വീഡിയോ ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായ നിർദ്ദേശങ്ങൾ ദയവായി കമൻറ്റായി രേഖപ്പെടുത്തി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യ്. അപ്പോൾ ഇതിലേറെ നല്ലൊരു വീഡിയോയുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജയ് ഹിന്ദ്.